പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് +2 NA OIS മലയാളം ക്ലാസ് ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അതിന്റെ പേര് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് നമുക്ക് നോക്കാം. അമ്മയ്ക്കൊരു സന്ദേശം എന്നതാണ്. നമുക്കൊരു കവിത അല്ലെങ്കിൽ ഒരു കവിത പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ അതിന്റെ കലാകാരൻ, അതായത് കവിതയെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറയുന്ന ആ കവിത എഴുതിയിട്ടുള്ളത് നമ്മുടെ പ്രാചീന കവിത്രയത്തിലെ ഒരാളായ ചെറുശ്ശേരിയാണ്. പ്രാചീന കവിത്ര എന്ന് പറയുമ്പോൾ 3 പേരടങ്ങുന്ന കവികൾ അടങ്ങുന്നതാണ് പ്രാചീന കവിത്ര എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറയുന്ന കവിത ആരുടെയാണ്? ചെറുശ്ശേരിയുടെയാണ്. നമ്മൾ ചെറുശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, താരാട്ട് പാട്ടത്ത് ഈണത്തിലാണ് നമുക്ക് ചെറുശ്ശേരി എന്താണ് മിക്ക കവിതകൾ നമുക്ക് രചിച്ചിട്ടുള്ളത്. കൂടാതെ അത് അദ്ദേഹം കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ എന്താണ് മഹാകവിയായ ഒരു വ്യക്തിയാണ് ചെറുശ്ശേരി എന്ന് പറയുന്നത്. അതേപോലെ മലയാള ശാശ്വത സാഹിത്യത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടിയ ഒരു മഹാകവിയായിരുന്നു അദ്ദേഹം. അങ്ങനെ നമുക്ക് ഭാഗവതം ദശമസ്കന്ധത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിലുണ്ടായ ആദ്യമായിട്ടുള്ള ഒരു കാവ്യമാണ് എന്തോന്ന്? കൃഷ്ണഗാഥ എന്നറിയപ്പെടുന്നത്. ആദ്യം ഇതിന്റെ നാമം കൃഷ്ണപാട്ട് എന്നായിരുന്നെങ്കിലും പിന്നീട് മഞ്ചരി വൃത്തത്തിൽ രചിച്ചത് കൊണ്ട് ഇത് കൃഷ്ണഗാഥ എന്ന പേരിലോട്ട് അറിയപ്പെട്ടു. ഇത് നമ്മുടെ കൃഷ്ണന്റെ അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറയുന്ന കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്ന കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കിന്ന് പഠിക്കാനുള്ളത് അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറയുന്നതില് കുറച്ച് പോർഷൻ, അതായത് കംസനെ കൃഷ്ണൻ വധിക്കുന്നത് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതും കൃഷ്ണൻ നമ്മുടെ അമ്പാടിയിൽ നിന്ന് നമ്മുടെ മധുരയിലേക്ക് പോകുന്നുണ്ട്. എങ്ങനെയാ പോകുന്നേ? കംസൻ വിളിക്കുന്നതിനെ തുടർന്ന് കംസൻ എന്താണ് ഒരു വില്ല് പൂജയ്ക്ക് വേണ്ടി നന്ദഗോപുരനെ മാത്രമല്ല അവരുടെ മക്കളായ ബലരാമനെയും നമ്മുടെ കൃഷ്ണനെയും അവിടെ മധുരയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. കൂടാതെ എന്തൊക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്? വെണ്ണ കൊണ്ടുവരാൻ പറയുന്നുണ്ട്, പാല് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടുവരുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മുടെ കൃഷ്ണനെ വധിക്കുക എന്നതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കംസന്റെ. അങ്ങനെ കൃഷ്ണൻ ഇത് മനസ്സിലാവുകയും കൃഷ്ണൻ മധുരയിലേക്ക് എത്തുകയും അവിടെ വെച്ച് കംസനുമായുള്ള ഏറ്റുമുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കംസനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്ദഗോപർ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല വാക്കുകൾ പറഞ്ഞ് നന്ദഗോപരെ നമ്മുടെ അമ്പാടിയിലേക്ക് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം എന്താണ് യശോദയ്ക്ക് ഒരു സന്ദേശവും കൊടുക്കുകയും കൂടെ പോകുന്ന സമയത്ത് 4 ചേലകൾ, അതായത് 4 പട്ട് ചേലകൾ ആർക്ക് കൊടുത്തുകൊണ്ട്? യശോദാമ്മയ്ക്ക് കൊടുത്തു വിടുകയും ചെയ്യുന്നുണ്ട്. അത് കൊടുത്തു വിടുന്നത് കൂടാതെ അദ്ദേഹത്തെ എന്താണ് യശോദാമ്മയോട് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാല്, അവിടെ നിന്ന് ആരെങ്കിലും അതായത് അമ്പാടിയിൽ നിന്ന് തിരിച്ച് ആരെങ്കിലും നമ്മുടെ മധുരയിലേക്ക് വരികയാണെങ്കിൽ വെണ്ണയോ തൈരും നല്ല മുഴുത്ത മാമ്പഴങ്ങളും കൊടുത്തു വിടാനും പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ കുഞ്ഞു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ചേലകൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്? ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന പട്ടുചേലൊക്കെ നല്ല ഭംഗിയായി വൃത്തിയാക്കി എവിടെയാണ്? നമ്മുടെ അമ്പാടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊരു കേടുപാട് സംഭവിക്കരുത്. അത് പല തരത്തിലായിട്ട് യശോദാമ്മ അയാൾക്ക് എന്താണ് നമ്മുടെ കൃഷ്ണന് സമ്മാനമായി കൊടുത്തിട്ടുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുഞ്ഞിനെ നമുക്കറിയാം കുട്ടികളെല്ലാം മഹാവികൃതികാരാണ് അല്ലെ. അപ്പോൾ ഇതേപോലെ തന്നെ കൃഷ്ണന് മഹാവികൃതിയുള്ള ഒരു കുട്ടിയായിരുന്നു. ആ സമയത്ത് കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? കൂടെയുള്ള കുട്ടീനെ ചെറുതായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടത്തെ മാതാവ് യശോദയോടത്ത് വന്ന് കുറ്റം പറയുകയും, അപ്പോൾ യശോദയ്ക്ക് എന്താണ് ആ പരാതിയിൽ മകനെ ശിക്ഷിക്കണം അല്ലെ, എന്നാൽ മാത്രമല്ലേ അങ്ങനെ ഒരു കുറ്റകൃത്യം ഇനി ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് പരിഹാരമായി നമ്മുടെ യശോദ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചെറിയ മൈപ്പീലി കൊണ്ട് ചെറുതായിട്ടൊന്ന് നോവിക്കുന്നുണ്ട്, തല്ലുന്നുണ്ട്, നമ്മുടെ കൃഷ്ണനെ തല്ലുന്നുണ്ട്. ഇതില് കൃഷ്ണൻ എന്താണ് നല്ലതുപോലെ വിഷമം വരികയും കൃഷ്ണൻ പിണങ്ങി ആഹാരമൊന്നും കഴിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഇരിക്കുകയും കുറച്ച് സമയം കഴിയുമ്പോൾ യശോദ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പട്ടുചേല സമ്മാനമായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ചേലയും ഒരു പുഴുവൊന്നും കേറാതെ നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കണമെന്നും, പിന്നെ കൂടാതെ എന്താണ് ഒരു ദിവസം യശോദാമ്മ മുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തലകറക്കം വരികയും അതിനെ തുടർന്ന് നമ്മുടെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? അമ്മേനെ സഹായിക്കാൻ പോകുകയും അമ്മയ്ക്ക് അപ്പോൾ സുഖമാകുന്നുണ്ട്. ആ സമയത്ത് അതിന്റെ സന്തോഷമായിട്ട് മാതാവ് എന്ത് ചെയ്യുന്നുണ്ട്? യശോദാമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പട്ടുചേല സമ്മാനമായി നൽകുന്നുണ്ട്. ഈ പട്ടുചേലയും നന്നായിട്ട് സൂക്ഷിച്ചു വെക്കാനും കൃഷ്ണൻ നമ്മുടെ നന്ദഗോപരോട് പറയുകയും ചെയ്യുന്നുണ്ട്.
കൂടാതെ കൃഷ്ണന്റെ കളിപ്പാട്ടങ്ങള്, പാവകള്, അതേപോലെ ചെറുപ്പത്തിൽ കളിച്ച കാര്യങ്ങൾ, അതായത് വില്ലുകൾ തുരുമ്പ് കൂടാതെ സൂക്ഷിച്ചു വെക്കാനും പറയുന്നുണ്ട്. പിന്നെ കിങ്ങിണി മുത്തുകൾ കൊഴിയാതെ സൂക്ഷിച്ചു വെക്കുന്നതിനും വേണ്ടിയിട്ട് ആര് പറയുന്നുണ്ട്? കൃഷ്ണൻ നന്ദഗോപരുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ, അതായത് ഒരു അമ്മയും ആ മകനും തമ്മിലുള്ള സ്നേഹം എത്രത്തോളമാണ് എന്നും അതിന് വേണ്ടിയിട്ട് അമ്മയോട് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ എന്താണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സന്ദേശം നന്ദഗോപരുടെ കയ്യിൽ കൊടുത്തു വിടുന്നതാണ് നമ്മുടെ കഥാഭാഗം എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് നമുക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾ കഥ കറക്റ്റായിട്ട് കേൾക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ശൈലിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നോക്കണം. നമുക്കിതിൽ കുറച്ച് പ്രത്യേകതകൾ ഉള്ളതെന്ന് വെച്ചാൽ, ഇതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചെറുശ്ശേരിയെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്കറിയാം. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ബാക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെറുശ്ശേരിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കറക്റ്റായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇതിന്റെ 5 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻസ് ആയിട്ട് 5 ക്വസ്റ്റ്യൻസ് ഈ വീഡിയോന്റെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും കാണുക. അതിനുശേഷം മാത്രം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.